താതന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന മറ്റൊരു വചനം ഉൽപ്പത്തി 13:6 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവർ ഒന്നിച്ചു പാർക്കുവാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. സ്വജനത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം 13-ലെത്തുമ്പം അതിൻ്റെ 6-ാമത്തെ വാക്യം, അവർക്കൊന്നിച്ചു പാർക്കുവാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പുറകെ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ ഒന്നിൻ്റെയും പുറകെ നിങ്ങൾ പോകേണ്ടി വരത്തില്ല. നിങ്ങൾ കർത്താവിൻ്റെ പുറകെയാണോ സമ്പത്തിൻ്റെ പുറകെ പോകണ്ട. പക്ഷെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ പുറകെ വരും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും നിങ്ങളുടെ പുറകെ വരും. കണ്ടോ, അബ്രഹാം ഒരിടത്തും സമ്പത്തിൻ്റെ പുറകെ പോയതായിട്ട് കണ്ടിട്ടില്ല, നന്മകളുടെ പുറകെ പോയതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ വന്ന ഇൻസിഡൻറ്റ് പോലും, തകർച്ചകൾ പോലും, അതിൽ നിന്ന് അവന് പുറത്തു വരുമ്പോൾ സമൃദ്ധിയായിട്ടാണ് പുറത്തു വരുന്നത്. അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, ദൈവം കൊടുക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ പുറകെ പൊയ്ക്കൊള്ളുക. നിങ്ങളുടെ മനസ്സിനകത്ത് എങ്ങനെ ജീവിക്കും, ആര് പണം തരും, എങ്ങനെ മുൻപോട്ട് പോകും, അതൊന്നും നിങ്ങളുടെ വിഷയമല്ല. കർത്താവിനെ സേവിക്കുക, കർത്താവിനെ അനുസരിക്കുക, കർത്താവിൻ്റെ പുറകെ പോവുക. 12-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പുറകെ പോയവൻ 13-ാം അധ്യായത്തിൽ പറയുന്നു, ആമേൻ, അവർക്ക് ദേശത്തിന് അവരെ വഹിക്കാൻ കഴിഞ്ഞില്ല. ഈ ബ്ലെസ്സിങ് നിങ്ങൾ നോക്കിയാൽ ഇസഹാക്കിലുണ്ട്. ആമേൻ. ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോഴും ഇതേ കാര്യമാണ് പറയുന്നത്. ആ ക്ഷാമകാലത്ത് അവൻ വിതച്ചു, ദേശം സമൃദ്ധി വർദ്ധിച്ചപ്പോൾ വഹിക്കാൻ കഴിയായിരുന്നു, അവർക്ക് അസൂയ വന്നെന്ന് പറയുന്നത്. സെയിം ഈ കാര്യം യാക്കോബിനെ കുറിച്ചും യേശാവിനെ കുറിച്ചും പറയുകയാണ്. ദേശത്തിന് അവരെ വഹിക്കാൻ കഴിഞ്ഞില്ല. ഇതേ കാര്യം, സെയിം കാര്യം തന്നെ യോസെഫിൻ്റെ കാലത്ത് പറയുന്നു. സ്തോത്രം. യോസെഫിൻ്റെ ഭണ്ഡാരങ്ങൾ നിറഞ്ഞ് കവിഞ്ഞിട്ട് ദേശത്ത് അത് വഹിക്കാൻ അത് അത്ര അധികമായിരുന്നു. മുഴു ലോകത്തിനും കൊടുക്കത്തക്കവണ്ണമുള്ള നന്മകൾ ഒരു രാജ്യത്തുണ്ടായി. അപ്പോൾ ഞാനീ പറയുന്നത്, ദൈവത്തെ അനുഗമിക്കുന്നവരുടെ പുറകെ സകല നന്മകളും അനുഗമിച്ചിരിക്കും. ഹല്ലേലൂയ, ആമേൻ. അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട, യേശുവിൻ്റെ പുറകെ പോയാൽ മതി. ഹല്ലേലൂയ, ആമേൻ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമുണ്ടാകത്തില്ല. ബാലസംഘങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ അധികം വന്നിട്ടുണ്ടെങ്കിൽ, പരാജയങ്ങൾ അധികം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടരുത്. അങ്ങനെ സാധ്യമല്ല. പക്ഷേ അതിൻ്റെ പിൻപിൽ എന്തോ ദൈവത്തിന് ടെസ്റ്റ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഇയ്യോബിനെ പോലെ ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ചിലർ സാമ്പത്തികമായി തിരിഞ്ഞെരിങ്ങി ഇത് കേൾക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ. സമ്പത്തിൻ്റെ പുറകെ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് ആത്മീയം ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പുറകെ പോയാൽ സകലം നിങ്ങളുടെ പുറകെ വരും. അതുകൊണ്ട് ഒരു കപടമായ സമ്പത്തുണ്ടാക്കാൻ ദൈവത്തിൻ്റെ പുറകെ പോവുകയോ ചെയ്യരുത്. സത്യമായിട്ട് സ്നേഹത്തോടെ നിർവ്യാജമായ ദൈവമായ ബന്ധത്തിൽ യേശുവിൻ്റെ പുറകെ തുടരുക. ദേശത്ത് വഹിക്കുവാൻ കഴിയാത്ത നിലയിൽ അനുഗ്രഹിച്ചതുപോലെ ആമേൻ. നിങ്ങളുടെ വീട്ടിൽ അനേകർക്ക് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കത്തക്കവണ്ണം നിങ്ങളുടെ വീടുകളിൽ നന്മയുണ്ടാകും, ഉയർച്ചകളുണ്ടാകും. സ്തോത്രം.
എല്ലാ ഏരിയയിലും ഉണ്ടാകും. ഈ വചനം നിങ്ങൾക്ക് നൽകി ബ്ലസ് ചെയ്യുന്നു. ദേശത്ത് ഒന്നിച്ച് പാർക്കാൻ കഴിയാതെ വണ്ണം, ദേശത്തിന് വഹിക്കാൻ കഴിയാതെ വണ്ണം ദൈവം അവരെ അനുഗ്രഹിച്ചു. യെസ് ലോർഡ്. എന്താണ് ആ അനുഗ്രഹത്തിൻ്റെ ആധാരം? ദൈവം പറഞ്ഞ വാക്ക് കേട്ട് ചലിച്ചു, ദൈവത്തെ വിശ്വസിച്ച് ചലിച്ചു, വാഗ്ദത്തത്തെ നോക്കി സഞ്ചരിച്ചു, ചെല്ലുന്നിടത്തെല്ലാം യാഗപീഠം പണിതു, ശത്രുക്കൾ എഴുന്നേറ്റിട്ടും ദൈവത്തെ ആശ്രയിച്ചു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. ഈ ദൈവം ഏക സത്യദൈവമാണ്. ഈ ദൈവത്തെ അന്വേഷിക്കുന്നവർ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. കരുതുന്ന ദൈവമാണ്, കാക്കുന്ന ദൈവമാണ്, വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, സകലർക്കും കൊടുക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തെ മാനിക്കുന്ന ദൈവമാണ്. യെസ്, നിങ്ങൾ ഈ സമയം ധൈര്യത്തോടിരിക്കുക. അത്ഭുതങ്ങൾ നിങ്ങളെ എതിരേൽക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് രാവിലെ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയും. ഈ വചനത്തിലൂടെ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും മുമ്പിലേക്ക് വരട്ടെ. യേശുപ്പ പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്ന അങ്ങേക്ക് സ്തോത്രം. കർത്താവെ, അങ്ങ് അളവ് കൂടാതെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയും. ഇനി വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലും ഈ കുടുംബത്തിലും കർത്താവിൻ്റെ ശൂന്യതകൾ അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയും. എല്ലാ ശൂന്യതകളും മാറി നിറഞ്ഞു കവിയുമാർ അനുഗ്രഹങ്ങൾ അങ്ങ് പകരുന്നതിന് നന്ദി പറയും. യേശുവെ, അങ്ങേ അനുഗമിക്കുന്നവർക്ക് കർത്താവ് നന്മയും കരുണ ആയുഷ്കാലമൊക്കെയും അവരെ അനുഗമിക്കുന്നതിന് നന്ദി പറയും. കർത്താവ്, ഈ വചനത്താൽ അവരെ ഞങ്ങൾ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഈ കുടുംബത്തിൻ്റെ മേലൊരു സാമ്പത്തിക ബ്ലെസ്സിങ് നേരുന്നു. അതിൻ്റെ മുകളിൽ കർത്താവെ, ദൈവത്തിനെ വിട്ടുപിരിയാത്ത, ദൈവത്തിൻ്റെ സ്നേഹിതനായ ഒരു അബ്രഹാമിനെ പോലെ ദൈവമായിട്ടൊരു വലിയ സ്നേഹബന്ധത്തിൽ ഈ കുടുംബം മുമ്പോട്ട് ചലിക്കട്ടെ. പലരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വചനം കൊടുത്ത് ജനത്തെ അനുഗ്രഹിക്കുന്നു. ശാരീരികമായി അനുഗ്രഹിക്കപ്പെടട്ടെ, മാനസികമായി അനുഗ്രഹിക്കപ്പെടട്ടെ, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടെ. എല്ലാറ്റിൻ്റെ മുകളിൽ ദൈവമായിട്ടുള്ള തീവ്ര ബന്ധത്തിൽ, ഇൻറ്റിമസിയിൽ അവർ ഉയർന്നു പോകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, മാന്യതയിലും അവരെ മറച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. ഇന്നത്തെ ദിവസം അവർ ചെയ്യുന്നതും അവരുടെ ബിസിനസ്സും അവരുടെ ജോലിയും അവരുടെ എല്ലാം ഏൽപ്പിച്ച നന്മകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ എല്ലാ ഏരിയയിലും സമൃദ്ധിയും വർധനവും വരുത്തട്ടെ. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.